Hello students, Top Tuition's ഇന്നത്തെ ക്ലാസ് 9 Chemistry Chapter 5 Chemical Kinetics. Let us assess section. Question. Chemical reactionsന്റെ different types ആണ് combination reaction, decomposition reaction, double decomposition reaction and displacement reaction. നമുക്ക് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻ ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. First question, Zn plus FeSO4 gives ZnSO4 plus Fe. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ആദ്യം റിയാക്റ്റൻറ്റ് സൈഡിൽ എന്തൊക്കെയുള്ളത്? Zn ഒരു എലമെൻ്റ് ആണ്, FeSO4 അയണിൻ്റെ ഒരു കോമ്പൗണ്ട് ആണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടിയത് ZnSO4 ആൻഡ് Fe. അതായത് ഈ Zn പകരം ഈ Zn ഈ Feനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ആ കോമ്പൗണ്ടിലേക്ക് വന്നു. അതായത് FeSO4ന് പകരം Feനെ മാറ്റി Zn വന്നിരുന്നു, ZnSO4. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ലെസ് റിയാക്റ്റീവ് ആയ ഒരു എലമെന്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും മാറ്റി ആ പ്ലേസിൽ വന്നു. അത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എ ഒരു എലമെന്റ് ആണ്, BC ഒരു കോമ്പൗണ്ട് ആണ്. എ ഈ ബിനെ ഫ്രീ ആക്കി വിട്ടിട്ട് ബിയുടെ പ്ലേസിൽ എ വന്നു. അങ്ങനെ AC പ്ലസ് ബി എന്ന് ഈ ഫോമിലേക്ക് ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NaCl പ്ലസ് AgNO3 ഗീവ്സ് NaNO3 പ്ലസ് AgCl. ഇവിടെ ഏത് ടൈപ്പ് ആണ് റിയാക്ഷൻ ഒന്ന് നോക്കൂ. NAയുടെ കൂടെ ഫ്രണ്ട് Cl, Agയുടെ ഫ്രണ്ട് NO3. ഈ റിയാക്ഷൻ നടന്നതിന് ശേഷം പ്രോഡക്റ്റ് സൈഡിൽ എന്നയുടെ കൂടെ ഉള്ള ഫ്രണ്ട് ആരാണ്? എന്നയുടെ കൂടെ ഉള്ളത് Agയുടെ ഫ്രണ്ടാണ്. എന്നയുടെ കൂടെ Agയുടെ കൂടെ ഉള്ളത് എന്നയുടെ കൂടെയുള്ള Cl ആണ് Agയുടെ കൂടെ. അതായത് അയോൺസ് എക്സ്ചേഞ്ച്ഡ് ആയി. ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ. AB ഒരു കോമ്പൗണ്ട്, CD രണ്ടാമത്തെ കോമ്പൗണ്ട്, ഇത് തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ AD അതായത് NaNO3 ഫസ്റ്റ് കോമ്പൗണ്ട്, സെക്കൻഡ് CB അതായത് CB, AgCl. അങ്ങനെ ഇത്തരം റിയാക്ഷൻസിനെ അയോൺസ് രണ്ട് കോമ്പൗണ്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അയോൺസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം റിയാക്ഷൻസിനാണ് നമ്മൾ പറയുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, 2PbNO3 twice gives 2PbO plus 4NO2 plus O2. ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ ഒരേ ഒരു കോമ്പൗണ്ട് ആണുള്ളൂ. പ്രോഡക്റ്റ് സൈഡിൽ ഈ കോമ്പൗണ്ട് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓർ കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് പോയിരിക്കുകയാണ്. അത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. AB അത് ഒറ്റ കോമ്പൗണ്ട്, അത് എയും ബിയും അതായത് സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് വന്നു. ഇത്തരം റിയാക്ഷൻസിന്റെ പേര് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, H2 പ്ലസ് I2 ഗിവ്സ് 2HI. ഈ റിയാക്ഷൻസിൽ രണ്ട് എലമെന്റ് റിയാക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റായി മാറിയിരിക്കുകയാണ്. അതായത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റായി മാറി, കോമ്പിനേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PbNO3 twice plus 2Ki gives PbI2 plus 2KNO3. ഇത് ഏത് ടൈപ്പ് ആണ്? ഇവിടെ രണ്ടും കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രോഡക്റ്റ്സ് നോക്കൂ. ഫസ്റ്റ് കൂടെ Pbയുടെ കൂടെയുള്ളത് KIയുടെ ഫ്രണ്ട്, ദാറ്റ് ഈസ് PbI2. ഇനി സെക്കൻഡ് പൊട്ടാഷ്യത്തിൻ്റെ കൂടെ വരുന്നത് NO3. അപ്പോൾ AB പ്ലസ് CD ADയും CBയും ആയി അയോൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം റിയാക്ഷൻസിനെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. Third question, fifth one, NH4NO2 gives 2H2O plus N2. ഇവിടെ നോക്കുമ്പോൾ ഒരേ ഒരു പ്രോഡക്റ്റ്, ഒരേ ഒരു റിയാക്റ്റൻറ്റ്, ആ റിയാക്റ്റൻറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ്
എലമെൻസോ കോമ്പൗണ്ട്സോ ആയിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ഒരു സിംഗിൾ കോമ്പൗണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തു പോയിരിക്കുന്നു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. മെഗ്നീഷ്യം പ്ലസ് നൈട്രജൻ ഗിവ്സ് മെഗ്നീഷ്യം നൈട്രൈഡ്. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, മെഗ്നീഷ്യം പ്ലസ് നൈട്രജൻ, മെഗ്നീഷ്യം നൈട്രൈഡ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും കെമിക്കൽ ഫോർമുല അറിയണം. മെഗ്നീഷ്യം Mg, നൈട്രജൻ N2. ദെൻ മെഗ്നീഷ്യം നൈട്രൈഡിൻ്റെ ഫോർമുല എഴുതണമെങ്കിൽ നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെയും നൈട്രജൻ്റെയും ബാലൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282. നൈട്രജൻ ആറ്റമിക് നമ്പർ 7, സോ 25 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് മെഗ്നീഷ്യം റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. സോ മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. 3 more ഇലക്ട്രോൺസ്, 3 ഇലക്ട്രോൺ കൂടെ റിസീവ് ചെയ്തിട്ടാണ് നൈട്രജൻ റിയാക്ഷൻസിൽ ഏർപ്പെടുന്നത്. അതായത് നൈട്രജൻ്റെ വാലൻസി 3. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. Mg + N2. മെഗ്നീഷ്യം നൈട്രൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ MgN അടുത്തെഴുതി. മെഗ്നീഷ്യത്തിന് കൊടുക്കേണ്ടത് നൈട്രജൻ്റെ വാലൻസി 3. നൈട്രജന് കൊടുക്കേണ്ടത് മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2. Mg3N2. ഇതാണ് മെഗ്നീഷ്യം നൈട്രൈഡ്. ഇനി നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. റൈറ്റ് സൈഡിൽ മെഗ്നീഷ്യം 3 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഗ്നീഷ്യം ബാലൻസ്ഡ് ആയി. നൈട്രജൻ ഇവിടെ 2 ആറ്റംസ്, റൈറ്റ് സൈഡിലും 2 ആറ്റംസ്. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 3Mg + N2 ഗിവ്സ് Mg3N2. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. കാരണം 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇത്തരം റിയാക്ഷൻസിൻ്റെ പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ സിങ്ക് കാർബണേറ്റ് ഗിവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ സിങ്ക് കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല അറിയണം. സിങ്കിൻ്റെ ആറ്റമിക് നമ്പർ 30 ആണ്. 28, 18, 2 ആണ്. 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ, സോ വാലൻസി 2. ഇനി കാർബണേറ്റ് അയണിൻ്റെ വാലൻസിയോ CO3 എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ വാലൻസി -2 ആണ്. 3 ഓക്സിജൻ ഉണ്ട്. -2 × 3 -6 ആയി. കാർബണിൻ്റെത് +4 ആണ്. അപ്പോൾ ഈ CO3 ഗ്രൂപ്പിൻ്റെ വാലൻസി +4 -6. അപ്പോൾ രണ്ടും കോമ്പിനേഷൻ വരുമ്പോൾ 2 മൈനസ് ആണ് CO3 ഗ്രൂപ്പിൻ്റെ വാലൻസി. അപ്പോൾ രണ്ടിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ ZnCO3ന് Zn2CO3 എന്ന് എഴുതാനും പറയും. ZnCO3 രണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിൽ ZnCO3 കിട്ടി. ദെൻ സിങ്ക് ഓക്സൈഡ് ZnO എഴുതി. രണ്ടിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ സിംപ്ലിഫൈ ഫോം 1ലേക്ക് Zn 1ഉം Oയും 1. അപ്പോൾ ZnO. ദെൻ CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ബാലൻസ്ഡ് ആണോ നോക്ക്. Zn ബാലൻസ്ഡ് ആണ്, കാർബൺ ബാലൻസ്ഡ് ആണ്. ഇവിടെ ഓക്സിജൻ 3 ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലും 3. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. സോ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് ZnCO3 ZnO + CO2. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഒരു സിംഗിൾ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സ് ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് AB ഗിവ്സ് A + B. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെമിക്കൽ റിയാക്ഷൻ തന്നിരിക്കുന്നത് അലുമിനിയം + ലെഡ് നൈട്രേറ്റ് ഗീവ്സ് അലുമിനിയം നൈട്രേറ്റ് + ലെഡ്. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ നമുക്ക് അലുമിനിയം Al ആണ്, ലെഡ് Pb ആണ്. ഇനി ലെഡ് നൈട്രേറ്റ് എങ്ങനെ എഴുതും? ലെഡ് നൈട്രേറ്റ് എഴുതുന്നതിന് ലെഡിൻ്റെ വാലൻസി എത്രയാണെന്ന് അറിയണം. ഇവിടെ ലെഡിൻ്റെ ആറ്റമിക് നമ്പർ 82 ആണ്. 2, 8, 18, 36 അങ്ങനെ പറഞ്ഞിട്ട് കുറേ എഴുതി വാലൻസി കണ്ടുപിടിച്ചിട്ട് എഴുതുമ്പോൾ ഈ 9th സ്റ്റാൻഡേർഡ് ലെവലിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലക്സ് ആയി ഫീൽ ചെയ്യാൻ ഉണ്ട്. കാരണം
സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ലെഡിൻ്റെ വേരിയബിൾ ബാലൻസി, അങ്ങനെ പല കൺസെപ്റ്റും കൂടി ഉണ്ടാകും. അപ്പോൾ ഫോർ ടൈം ബീയിങ് 9th സ്റ്റാൻഡേർഡ് ലെവലിൽ ലെഡിൻ്റെ ഈ ലെഡ് നൈട്രേറ്റിലെ വാലൻസി കോമൺ വാലൻസി ആയ +2 ആണെന്ന് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി നൈട്രേറ്റ് അയൺ NO3 അതിൻ്റെ ചാർജ് എത്രയാണ്? ഈ NO3 അയോണിൽ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 5 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ആണ് ഈ NO3 അയോൺ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഓക്സിജൻ്റെ -2 ആണ് ഒരു ഓക്സിജൻ്റെ ചാർജ്. -2 × 3 -6 ആണ് ഓക്സിജൻ്റെ ഭാഗത്തു നിന്നുള്ള ചാർജ്. നൈട്രജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 5 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ +5. അപ്പോൾ +5 -6 ക്യാൻസൽ ആകുമ്പോൾ -1 ആണ് ഈ NO3 അയോൺ. ആ ഗ്രൂപ്പിൻ്റെ ചാർജ് -1, അതായത് NO3 അയോണിൻ്റെ ചാർജ് 1, വാലൻസി 1. ഇനി അലുമിനിയം നൈട്രേറ്റിനും അലുമിനിയത്തിൻ്റെ വാലൻസി നമുക്കറിയാം 3. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ടാണ് അലുമിനിയം റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന വാലൻസി 3. നൈട്രേറ്റിൻ്റെത് 1 ആണെന്ന് അതും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. അലുമിനിയം പ്ലസ് ലെഡ് നൈട്രേറ്റ് എഴുതാനായിട്ട് PbNO3 എഴുതി. ഇനി ഓരോ Pbക്ക് എത്ര നമ്പർ കൊടുക്കണം, NO3ക്ക് എത്ര നമ്പർ കൊടുക്കണം? രണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. Pbയുടെ ബാലൻസി എത്രയാണ്? 2. അത് കൊടുക്കേണ്ടത് NO3ക്ക്. അങ്ങനെ ഇവിടെ 2 വന്നു. NO3യുടെ ബാലൻസി 1 Pbക്ക് കൊടുത്തു. അങ്ങനെ PbNO3 twice എന്ന് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് അലുമിനിയം നൈട്രേറ്റ് എങ്ങനെ എഴുതും? Al എഴുതി, NO3 അതും എഴുതി. ഇനി ഓരോന്നിന് എത്ര നമ്പർ കൊടുക്കണം? അലുമിനിയത്തിൻ്റെ ബാലൻസി 3, അത് കൊടുക്കേണ്ട NO3ക്ക്. അപ്പോൾ ഇവിടെ 3 കൊടുത്തു. NO3യുടെ ബാലൻസി 1, അപ്പോൾ അലുമിനിയത്തിന് 1. അങ്ങനെ AlNO3 twice. ദെൻ ലെഡ് Pb. ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. ആദ്യം നോക്കൂ, NO3യുടെ കൗണ്ട് ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, റൈറ്റ് സൈഡിൽ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 കൊടുത്താൽ ഇവിടെ ഒരു 2 കൊടുത്താൽ NO3യുടെ കൗണ്ട് 2 × 3 6, 2 × 3 6. അങ്ങനെ NO3 രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് നോക്കൂ, അലുമിനിയം റൈറ്റ് സൈഡിൽ 2 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്താൽ ലെഫ്റ്റ് സൈഡിലും അലുമിനിയം 2 ആയി ബാലൻസ് ചെയ്തു. ലെഡിൻ്റെത് നോക്കൂ, 3 Pb ആണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ ഒരു 3 കൊടുത്താൽ റൈറ്റ് സൈഡിലെ Pbയും ബാലൻസ്ഡ് ആയി. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 2Al + 3 PbNO3 twice gives 2AlNO3 thrice + 3 Pb. ഇനി ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് എങ്ങനെ നോക്കാം? ഇവിടെ ഒരു അലുമിനിയം ഒരു എലമെൻറ്റ് ലെഡിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ പ്ലേസിൽ അലുമിനിയം വന്ന്, അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് അലുമിനിയം ലെഡിനെ ഡിസ്പ്ലേസ് ചെയ്തു, സെപ്പറേറ്റ് ഒരു എലമെൻ്റ് ആക്കി മാറ്റി ലെഡിൻ്റെ പ്ലേസിലേക്ക് അലുമിനിയം വന്നു. അങ്ങനെ AlNO3 thrice എന്നുള്ള കോമ്പൗണ്ടായി. അതായത് ഡിസ്പ്ലേസ് ചെയ്തത് കാരണം ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. സിറ്റുവേഷൻ തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് അപ്പോൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. കോപ്പർ പൗഡർ ചൂടാക്കിയിട്ട് കോപ്പർ ഓക്സൈഡ് ആകുന്ന ആ റിയാക്ഷൻ്റെയാണ് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കെമിക്കൽ ഇക്വേഷൻ ആദ്യം എഴുതാം. കോപ്പർ പൗഡർ ചൂടാക്കുമ്പോൾ അത് എയറിലുള്ള ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡിലേക്ക് മാറുന്നത്. ഈ റിയാക്ഷൻ്റെ ഇക്വേഷൻ 2Cu + O2 gives 2CuO. ഇവിടെ നോക്കൂ, 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റിലേക്ക് മാറിയിരിക്കുന്നു. അത്തരം AB കമ്പൈൻസ് സിംഗിൾ പ്രോഡക്റ്റ് ABയിലേക്ക് മാറി. ഇത്തരം റിയാക്ഷൻസിന് നമ്മൾ പറയും കോമ്പിനേഷൻ റിയാക്ഷൻ. 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ്, അത്തരം റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. നെക്സ്റ്റ് റിയാക്ഷൻ തന്നിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട്സ് വിത്ത് സോഡിയം ക്ലോറൈഡ് ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. കെമിക്കൽ ഇക്വേഷൻ എഴുതാം. സിൽവർ നൈട്രേറ്റ് AgNO3 ഇതുമായിട്ട് റിയാക്ട് ചെയ്യണേ സോഡിയം ക്ലോറൈഡ് NaCl. എന്തൊക്കെയാ പ്രോഡക്റ്റ് ഫോം ചെയ്ത്? സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. സിൽവർ ക്ലോറൈഡ് AgCl, സോഡിയം നൈട്രേറ്റ് NaNO3. AgNO3ൻ്റെ കെമിക്കൽ നെയിം
എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം AgCl നമുക്ക് ഓർത്താൽ ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ Ag-യുടെ വാലൻസി +1 ആണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സിമിലർലി NO3യുടെ വാലൻസി 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു Ag തന്നെ ഉള്ളൂ. അങ്ങനെ AgNO3 നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റണം. AgNO3 + NaCl gives AgCl + NaNO3. ഇവിടെ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. AB + CD രണ്ടും കോമ്പൗണ്ട് ആണ്. 2 റിയാക്റ്റൻസും കോമ്പൗണ്ട് ആണ്. 2 കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്തിട്ട് അയോൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് വന്നിരിക്കുന്നത്. AD ആണ്, അതായത് ഫസ്റ്റ് AD AgCl അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് CP, C ഏതാണ്? NaNO3 ആണ് സെക്കൻഡ് പ്രോഡക്റ്റ്. അതായത് അയണും സോഡിയവും കറസ്പോണ്ടിങ് അയോൺസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത്തരം റിയാക്ഷൻസിനെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നു. കെമിക്കൽ റിയാക്ഷന്റെ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്ന നെക്സ്റ്റ് സിറ്റുവേഷൻ, ഫോർമേഷൻ ഓഫ് ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ് ഗ്രാന്യൂൾസ്. ഫെറസ് സൾഫേറ്റ് ഗ്രാന്യൂൾസിനെ ഹീറ്റ് ചെയ്തിട്ട് ഈ 3 പ്രോഡക്റ്റുമായിട്ട് മാറുന്ന ആ റിയാക്ഷൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഒരു റിയാക്റ്റന്റ് ഡീകമ്പോസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫെറസ് സൾഫേറ്റ് Fe2O3 SO2 SO3 ഈ 3 കോമ്പൗണ്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തു. ഇത്തരം റിയാക്ഷനെ നമ്മൾ പറയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒരു സിംഗിൾ കോമ്പൗണ്ട് ഡീകമ്പോസസ് ഇൻ ടു ഡിഫറെൻറ്റ് എലമെന്റ്സോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സോ മാറി. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ, വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റൈറ്റ് ആൻ എക്സാമ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാൽ എന്ത്? എക്സാമ്പിൾ വെച്ചിട്ട് വിശദമാക്കുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ഹൈലി റിയാക്റ്റീവായ ഒരു എലമെന്റ് ഒരു ലെസ് റിയാക്റ്റീവായ ഒരു എലമെന്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും മാറ്റി ആ പ്ലേസിൽ ഇരിക്കുക. A+BC ഒരു ഫോമിൽ നോക്കുകയാണെങ്കിൽ A ഹൈലി റിയാക്റ്റീവ് ആണ്, A വന്ന് ബിയുടെ കോമ്പൗണ്ടാണ് BC, B ലെസ് റിയാക്റ്റീവ് ആണ്, ബിയിനെ പുറത്താക്കി ആ പ്ലേസിൽ A വന്നു. അപ്പോൾ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ AC+B ഫോമിലേക്കാവും. ഇത്തരം റിയാക്ഷന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ ഹൈലി റിയാക്റ്റീവായ എലമെന്റ് ലെസ് റിയാക്റ്റീവ് ആയ എലമെന്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ആ പ്ലേസിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന്. എക്സാമ്പിൾ, സിങ്ക് + കോപ്പർ സൾഫേറ്റ് റിയാക്ഷൻ. സിങ്ക് + കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് + കോപ്പർ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ സിങ്ക് നല്ല ഹൈലി റിയാക്റ്റീവ് എലമെന്റ് ആണ്, കോപ്പർ റിയാക്ടിവിറ്റി കുറവാണ്. സിങ്ക് കോപ്പർ സൾഫേറ്റിലെ ലെസ് റിയാക്റ്റീവായ കോപ്പറിനെ പുറത്തുവിട്ട് ആ പ്ലേസിൽ വന്ന് സിങ്ക് വന്നു. അങ്ങനെ സിങ്ക് സൾഫേറ്റായി കോപ്പർ ഒരു എലമെന്റ് ഫോമിലേക്ക് മാറി. ഈ റിയാക്ഷനിൽ ഹൈലി റിയാക്റ്റീവ് സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്. ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സ്ലോ ആയി നടക്കുന്ന റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്, വെരി ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. നോക്കാം. വെരി സ്ലോ റിയാക്ഷൻസ്, അതായത് മന്ത്സോ ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്തരം റിയാക്ഷൻസിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് റസ്റ്റിംഗ്. അയൺ തുരുമ്പ് പിടിക്കുന്ന ആ ഒരു റസ്റ്റിംഗ് പ്രോസസ്സ്, അയണിൻ്റെ ഓക്സിഡേഷൻ, ആ പ്രോസസ്സ് ഒരു സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ്. വെതറിംഗ് ഓഫ് റോക്സ്, ജിയോളജിക്കൽ ടൈം, വെരി ലോങ് ടൈം എടുത്തിട്ടാണ് റോക്സ് അതിൻ്റെ വെതറിംഗ് നടത്ത് അതിൻ്റെ ഫോർമേഷനെല്ലാം സംഭവിച്ചത്, അതിൻ്റെ രൂപമാറ്റവും സംഭവിച്ചത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ, ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അല്ലാതെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ അതും ഒരു സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ്. 2H2O2 gives 2H2O + O2. ഇതെല്ലാം സ്ലോ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഫാസ്റ്റ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? പെട്ടെന്ന് നടക്കും അത്തരം റിയാക്ഷൻസ്. എക്സ്പ്ലോഷൻ ഓഫ് ഫയർ വർക്ക്സ് പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷന് എക്സാമ്പിളാണ്. ഫയർ വർക്ക്സ് ഒരു റാപ്പിഡ് റെഡോക്സ് റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്.
ഹീറ്റ്, ഗ്യാസസ്, എക്സ്പ്ലോഷൻ, മെറ്റൽ, സോൾട്ട്, കളേഴ്സ്, ഇങ്ങനെ കംപ്ലീറ്റ് റിയാക്ഷൻസ് എല്ലാം ഒറ്റയടിക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു എക്സാമ്പിളാണ് ഫയർ വർക്സിൻ്റെ എക്സ്പ്ലോഷൻ. വേറൊരു എക്സാമ്പിളാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അതും വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുന്ന റിയാക്ഷനാണ്. അതായത് ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യുന്ന ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷനും വെരി ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് റിയാക്ഷൻസിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ക്വസ്റ്റ്യനാണ്. സോളിഡ് റിയാക്റ്റൻ്റ് ആണ് ഒന്ന്, രണ്ടാമത്തത് ഗ്യാസ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു കേസിൽ ലാർജ് പീസായിട്ടുള്ള ഒരു സോളിഡ് റിയാക്റ്റൻ്റ് ലാർജ് പീസായിട്ട് എടുത്തു, രണ്ടാമത്തെ കേസിൽ ഒരു പൗഡർ ഫോമിൽ ഉപയോഗിച്ചു സോളിഡ് റിയാക്റ്റൻ്റ്. ഈ രണ്ട് കേസിലും റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് മാറുന്നത്? ആൻസർ: റിയാക്ഷൻ റേറ്റ് കൂടുതൽ ഉണ്ടാകുന്നത് ആ പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോഴാണ്. കാരണം സോളിഡ് പീസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സോളിഡ് റിയാക്റ്റൻറ്റിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനൊന്നും ഈ അടുത്ത റിയാക്റ്റൻ്റായ ഈ ഗ്യാസുമായിട്ട് ഇൻ്ററാക്ഷനേ വരുന്നില്ല. അപ്പോൾ അവരുടെ ആ റിയാക്ഷൻ്റെ റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി അധികം സോളിഡ് പാർട്ടിക്കിൾസിന് ഗ്യാസുമായിട്ട് ഇൻ്ററാക്ഷൻ വരും. അതായത് സർഫസ് ഏരിയ കൂടുതലായി കിട്ടും പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ. ഇനി പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൊബിലിറ്റി കൂടുതലായിരിക്കും. വിത്ത് ലാർജർ സർഫസ് ഏരിയയും ഇൻക്രീസ്ഡ് മൊബിലിറ്റിയും ആയി കഴിയുമ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസ് റിയാക്റ്റൻസിൻ്റെ ഇഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ റിയാക്ഷൻ്റെ റേറ്റും പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ കൂടി വരും. ക്വസ്റ്റ്യൻ. കെമിക്കൽ റിയാക്ഷൻസ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻറ്റ് നമ്മൾ എടുത്ത് നോക്കി. അപ്പോൾ റിയാക്ഷൻസിൻ്റെ റേറ്റ് അത് റൂം ടെമ്പറേച്ചറിൽ ലോ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: ടെമ്പറേച്ചർ കൂട്ടാതെ വേറെ ഏതെങ്കിലും വഴികളിലൂടെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂട്ടാൻ വഴിയുണ്ടോ? യെസ്. ആൻസർ: റിയാക്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചറിനെ മാറ്റാണ്ട് തന്നെ റിയാക്ഷൻ റേറ്റ് നമുക്ക് കൂട്ടാൻ മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്തിട്ട്. കാറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന ആ റിയാക്ഷൻ നടക്കുമ്പോൾ ത്രെഷോൾഡ് എനർജീനെ കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ പ്രോഡക്റ്റിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കുകയാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാതെ തന്നെ നമുക്ക് കൂടുതൽ പ്രോഡക്ട്സിലേക്ക് മാറാൻ പറ്റും. എക്സാമ്പിൾ: ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് നന്നായിട്ട് കൂട്ടും. വേറൊരു വഴി ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. കോൺസെൻട്രേഷൻ കൂടുമ്പോഴേക്കും യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിൾസ് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൊളീഷൻ, കൂടുതൽ റിയാക്ഷൻ റേറ്റ്. എക്സാമ്പിൾ: മെഗ്നീഷ്യം വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ആയിരിക്കും കൂടുതൽ ഫാസ്റ്റർ ആയിരിക്കുന്നത് മെഗ്നീഷ്യം വിത്ത് ഡൈല്യൂട്ട് HCl. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. നെക്സ്റ്റ്, സോളിഡ് റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ പൗഡർ ഫോമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ കൂടുതലായി കിട്ടും. കൂടുതൽ റിയാക്റ്റൻസിന് മറ്റ് റിയാക്റ്റൻസുമായിട്ട് ഇൻറ്ററാക്ഷനും കൊളീഷനും എല്ലാം പോസിബിൾ ആവും. റിയാക്ഷൻ റേറ്റ് കൂടും. കുക്കിങ്ങിൽ സ്പൈസസ് എല്ലാം പൗഡർ ഫോമിൽ ഉപയോഗിക്കുന്നത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടും. Subscribe to this channel for more videos like this. Next question. Zinc react with hydrochloric acid to produce hydrogen gas. റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl റിയാക്ട് ചെയ്താൽ നമുക്ക് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ എന്നും കൂടി എൻഷുർ ചെയ്യുക. ഹൈഡ്രജൻ റൈറ്റ് സൈഡിൽ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കൂടി കൊടുത്താലാണ്
ഹൈഡ്രജൻ ബാലൻസ്ഡ് ആകാം. ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ, റൈറ്റ് സൈഡിൽ 2 ക്ലോറിൻ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ സിങ്ക്. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഇത് റിയാക്ഷൻ ടൈപ്പ് ഏതാണ്? സിങ്ക് എലമെൻ്റ് ആണ്. HCl ഒരു കോമ്പൗണ്ട് ആണ്. ഇവിടെ റിയാക്ഷൻ നടന്നതിന് ശേഷം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്ത്. അതായത് ഹൈലി റിയാക്റ്റീവായ സിങ്ക് ലെസ് റിയാക്റ്റീവായ ഹൈഡ്രജനെ ഹൈഡ്രജന്റെ കോമ്പൗണ്ടായ HCl നിന്നും മാറ്റിവിട്ട് ആ പ്ലേസിൽ വന്നു. ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നെക്സ്റ്റ്, സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആണല്ലോ. ആ പ്രോഡക്ട്സിന്റെ എമൗണ്ട് കൂട്ടാനായിട്ട് 2 മെത്തേഡ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഒരു സോളിഡ് റിയാക്റ്റൻ്റ് ആണ്. സോളിഡ് റിയാക്റ്റൻറ്റിൻ്റെ റിയാക്റ്റൻറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൗഡർ ഫോമിൽ ഉപയോഗിക്കാം. പൗഡർ ഫോമിലാക്കുമ്പോൾ സർഫസ് ഏരിയ കൂടിയിട്ട് കൂടുതൽ കൊളീഷൻ, കൂടുതൽ പ്രോഡക്റ്റ് ഫോർമേഷൻ, അതായത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റും. അടുത്തൊരു വഴി പറഞ്ഞാൽ HClൻ്റെ വോളിയവും അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ കൂട്ടുക. അതായത് റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആ റിയാക്റ്റൻസിൻ്റെ വോളിയം കൂട്ടിയ അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl ഉപയോഗിക്കുകയാണെങ്കിൽ യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിൾസ് കൂടും, റിയാക്ഷൻ്റെ റേറ്റും കൂടും. ക്വസ്റ്റ്യൻ, നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2H2O2 gives 2H2O plus O2. ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും ഓക്സിജനുമായിട്ട് ഡീകമ്പോസ് ചെയ്തു. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് 2 ഒരു എലമെൻ്റ് ഒരു കോമ്പൗണ്ടുമായിട്ട് മാറിയിരിക്കുകയാണ്. വാട്ടർ ഒരു കോമ്പൗണ്ട്, ഓക്സിജൻ എലമെൻറ്റ്. അതായത് ഒരു സിംഗിൾ കോമ്പൗണ്ട് ഡീകമ്പോസ് ഇൻ ആ റിയാക്ഷനെ നമ്മൾ പറയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. AB എന്നുള്ള ഈ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സോ കോമ്പൗണ്ട്സോ ആയിട്ട് മാറി. നെക്സ്റ്റ്, വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ് ടു ആക്സിലറേറ്റ് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നോർമൽ ടെമ്പറേച്ചറിൽ സ്ലോ ആണ്. ഇത് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കും. ആ സബ്സ്റ്റൻസ് ഏതാണ്? അതിൻ്റെ പേരിന് അത് എന്ത് പേരിലാണ് ജനറലി അറിയപ്പെടുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് മാംഗനീസ് ഡയോക്സൈഡ്, MnO2. MnO2ൻ്റെ പ്രസൻസിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് നല്ല ഫാസ്റ്റർ ആകും. ഈ മാംഗനീസ് ഡയോക്സൈഡിനെ ജനറലി നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ പറയുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേര് കാറ്റലിസ്റ്റ് എന്നാണ്. കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ പങ്കെടുക്കാതെ തന്നെ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ചൂടാക്കി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്താൽ പ്രോഡക്ട്സ് NH3 + H2O + NaCl ആണ്. ഇതിൽ ഗ്യാസ് ആയിട്ട് വരുന്നത് NH3. ഇതിനെ അമോണിയ എന്നാണ് പറയുന്നത്. അമോണിയ NH3 is a gas produced. Which factor helps to increase the rate of chemical reaction? ഇവിടെ ഏത് ഫാക്ടറാണ് റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്തത്? ഹീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ആണ് റിയാക്ഷൻ റേറ്റ് കൂട്ടാനായിട്ട് ഇവിടെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ത്രെഷോൾഡ് എനർജി? ത്രെഷോൾഡ് എനർജി എന്നാൽ റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ റിയാക്റ്റൻസിന് ആവശ്യം ഒരു മിനിമം എനർജി ആണ്. അതാണ് ത്രെഷോൾഡ് എനർജി. ആ ത്രെഷോൾഡ് എനർജിനേക്കാളും കൂടുതൽ എനർജി റിയാക്റ്റൻസിന് ആയാൽ മാത്രമാണ് റിയാക്ഷൻസിൽ ഇഫക്റ്റീവ് കൊളീഷൻ നടന്ന് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ റിയാക്റ്റൻസിന് ആവശ്യമുള്ള ബേസ് മിനിമം വേണ്ട ആ എനർജീനെയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയാം. ഇവിടെ നോക്കൂ,
ഇവിടെ റിയാക്റ്റൻസിൻ്റെ എനർജി ലെവൽ കുറവാണ്, അപ്പോൾ അതിന് പ്രോഡക്റ്റിലേക്ക് മാറാൻ പറ്റില്ല. ഈ എനർജി ഇതാണ് ത്രെഷോൾഡ് എനർജി, ആക്ടിവേഷൻ എനർജി. ഈ ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമാണ് റിയാക്റ്റൻസിന് പ്രോഡക്റ്റിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മിനിമം എനർജിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്? കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കൂടുന്നത്? ഹീറ്റ് ചെയ്യുമ്പോൾ റിയാക്റ്റൻസിൻ്റെ കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി അതായത് ഫോം ഓഫ് എനർജി ആണല്ലോ. റിയാക്റ്റൻസിൻ്റെ എനർജി ഹീറ്റ് ചെയ്യുമ്പോൾ കൂടുമ്പോൾ അതനുസരിച്ചിട്ട് മോർ റിയാക്റ്റൻസിന് ഇഫക്റ്റീവ് കൊളീഷനിൽ ഏർപ്പെട്ട് കൂടുതൽ പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറാൻ പറ്റും. ഇവിടെ ഒരു ഗ്രാഫ് ടെമ്പറേച്ചർ 1-ലുള്ളതാണ്, ഇത് ടെമ്പറേച്ചർ 2-ലുള്ള ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്നാണ് വൈ ആക്സിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എനർജി. ഇവിടെ ടെമ്പറേച്ചർ T2 ആണ് കൂടുതൽ. T2 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇതാണ് T2 കൂടുതലായിരിക്കുമ്പോഴേക്കും ഈ ഗ്രാഫിൻ്റെ നോക്കുമ്പോൾ ഈ ഭാഗം, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയ, ഇവിടെ ഈ ടെമ്പറേച്ചർ കൂടിയ ഈ സമയത്താണ് കൂടുതൽ പാർട്ടിക്കിൾസിന് പ്രോഡക്റ്റിലേക്ക് മാറാൻ പറ്റിയിരിക്കുന്നത്. ടെമ്പറേച്ചർ T1 ആകുമ്പോൾ ഇതാണ് ഈ ഓറഞ്ച് കളറിലെയാണ് ഈ ഗ്രാഫ്. ഇവിടെ ഇത്രയും പാർട്ടിക്കിൾസിന് മാത്രമാണ് പ്രോഡക്റ്റിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിയപ്പോൾ കുറച്ചുകൂടി അധികം പാർട്ടിക്കിൾസിന് പ്രോഡക്റ്റിലേക്ക് മാറാൻ പറ്റി. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും ത്രെഷോൾഡ് എനർജിനെ അറ്റൈൻ ചെയ്യാനായിട്ട് കൂടുതൽ നമ്പർ ഓഫ് റിയാക്റ്റൻ പാർട്ടിക്കിൾസിന് പറ്റും. എനർജി കൂടി, കൂടുതൽ ഇഫക്റ്റീവ് കൊളീഷൻ വന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടി. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.